കഷ്ടപ്പാട് കൊണ്ടാണ്. കാരണം പെണ്ണുങ്ങൾക്ക് സുഖമില്ല, മരുന്ന് കുടിക്കലാണ്. അതിന് മാനസികത്തിൻ്റെ ഗുളിക കുടിച്ചിട്ടുണ്ട്. ഒരുപാട് ഇത്രപ്പോരം ഗുളിക ഈ കുട്ടി കുടിക്കുന്നുണ്ട്. അപ്പം മയങ്ങി കിടക്കുകയാണ്. ആ ഗുളിക കുടിച്ചിട്ട് വായിന്ന് വെള്ളം ഒലിച്ചിട്ട് വളരെ കഷ്ടപ്പാടായിട്ടാണ് ഞങ്ങളുടെ ജീവിതം. ജന്മനാൽ ഭിന്നശേഷിക്കാരിയായ മകൾ, രോഗബാധിതയായ ഭാര്യ, പ്രതിസന്ധികളോട് പൊരുതിയാണ് അബൂബക്കറിന്റെ അതിജീവനം. കഴിഞ്ഞ 10 വർഷമായി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. ക്ഷേമ പെൻഷനാണ് ആകെയുള്ള ആശ്വാസം. കുടുംബത്തിന്റെ ചികിത്സാ സഹായം തേടിയാണ് അബൂബക്കർ നവകേരള സദസ്സിലെത്തിയത്. എന്നാൽ അബൂബക്കറിന്റെ ദുരിതങ്ങൾക്ക് ഇന്നും യാതൊരു മാറ്റവുമില്ല. വില്ലേജിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു പേപ്പർ, അതിന് പോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഓല് പറഞ്ഞ് ഇത് ലോട്ടറി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വേണമെന്ന് പറഞ്ഞ് രണ്ടാമതും മൂന്നാമതും ഞാൻ അതിന് മെനക്കെട്ട് കുറേ ഞാൻ ഇതിനും വേണ്ടി ഇത് ഞാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ യാതൊരു പേരും കിട്ടിയിട്ടില്ല. ഒരുപാട് പറഞ്ഞു മടുത്തതാണ്. എങ്കിലും ആ വാക്കുകളിൽ ഇന്നും പ്രതീക്ഷ അവശേഷിക്കുന്നുണ്ട്. അത്രയ്ക്ക് നിസ്സഹായാവസ്ഥയിലാണ് ഈ കുടുംബം. മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കണ്ണീര് ഞങ്ങളുടെ ബാക്കിയാ. ഞങ്ങളെ കണ്ണീര് ബാക്കിയാ. പ്രതീക്ഷകളോടെയാണ് അബൂബക്കർ നവകേരള സദസ്സിലെത്തിയത്. പക്ഷെ അതിന്നും അതുപോലെ തുടരുകയാണ്. വലിയ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും ബാക്കിയില്ല. തടസ്സങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഈ കുടുംബത്തിന്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.